ഇപ്പൊ ഇന്റർവ്യൂസ് ചെയ്യുന്ന ചില യൂട്യൂബ് ചാനൽസ് ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ടീനേജിൽ കല്യാണം കഴിക്കുന്ന കപ്പിൾസിനെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുക. മിക്കവാറും പെണ്ണായിരിക്കും ടീനേജർ. ആണിന് ഒരു 27 28 ഒക്കെ വയസ്സ് കാണും. ഇതെന്തിനാ ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത്, എന്താണ് ചോദിക്കുന്നത് എന്നൊക്കെയൊന്നും അറിയണമല്ലോ. ഒരെണ്ണം കണ്ടു നോക്കി. സംഭവം കോമഡിയാണ്. നിങ്ങൾ എപ്പോഴാണ്, എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ആരാണ് ഇഷ്ടം ആദ്യം പറഞ്ഞത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അല്ലാതെ ഇപ്പൊ എന്ത് ചോദിക്കാനാണ്? എന്റെ സംശയം ഇതാണ്, എന്താണ് ഇതിന് പിന്നിലുള്ള അചേതോ വികാരം? ലീഗലി കല്യാണം കഴിക്കാനുള്ള പ്രായമായതിനു ശേഷം കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർ, അവരെ എന്തിന് ഇന്റർവ്യൂ ചെയ്യണം? എന്തേലും ഒരു കാരണം വേണ്ടേ? ഒരു പൊതു കാരണം ഇവർക്കൊക്കെ ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്, അതിൽ ഇവർ ചില റീൽസ് ഒക്കെ ഇട്ട് വൈറലായിട്ടുണ്ട് എന്നതാണ്. മിക്കവാറും അവരുടെ കല്യാണ വീഡിയോ ആയിരിക്കും ഇങ്ങനെ വൈറലായിട്ടുണ്ടാവുക. എള്ളോളം തരി എന്ന് മറ്റുള്ളവർ കളിയാക്കുന്ന ടൈപ്പ് വിവാഹങ്ങൾ. ചെറിയ പ്രായം, പ്രത്യേകിച്ച് ആഡംബരമൊന്നുമില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രം. ഇതാണ് എള്ളോളം തരി കല്യാണങ്ങളുടെ പ്രത്യേകത. വീട്ടുകാരുടെ അനുവാദം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഓക്കെ, ഇതൊക്കെ ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കാരണമാകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ ചാനലുകാരുടെ കനത്ത ബുദ്ധി കിടക്കുന്നത്. ഇത്തരം വിവാഹങ്ങളോട് സമൂഹത്തിന് ഒരു വെറുപ്പും പരിഹാസവും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്താൽ ഈ വെറുപ്പും പരിഹാസവും ഉള്ളവർ പോയി കണ്ട് പരിപാടി വിജയിപ്പിച്ചോളും. അതുവരെ ഓക്കെ. രണ്ടു കൂട്ടർക്കും റീച്ച് ആണല്ലോ വലുത്. അപ്പൊ റീച്ചിനുള്ള കണ്ടന്റ് തരുന്നത് ആരാണോ അവരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആളുണ്ടല്ലോ, അവർ പൊതുബോധത്തിന്റെ കാറ്റ് എങ്ങോട്ടാണോ എന്ന് നോക്കി അത്തരത്തിലാണ് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ഈ 18-കാരിയും 22-കാരനും പരിഹസിക്കപ്പെടാനുള്ളവരാണ് എന്ന് മനസ്സിലാക്കി അവരെ പോസിറ്റീവായി ഒന്ന് പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കും ഒരു സുഖം, വിളിച്ചു വരുത്തി നല്ലത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസം. പക്ഷെ സത്യത്തിൽ ഇവർ ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയല്ലേ? കണ്ടന്റ് ഉണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ചിലരെ സമീപിക്കുക, എന്നിട്ട് ഇന്റർവ്യൂ എടുക്കുക. സ്വാഭാവികമായും 18 വയസ്സിലെ ഒരു മെച്യൂരിറ്റി കുറവ് അവർ കാണിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് വലിയേച്ച് കളിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഇത്രയ്ക്ക് പരിഹാസമാണെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെയുള്ളവരെ വിളിക്കുന്നു? കുറച്ചു മുമ്പ് വേറൊരു ഇന്റർവ്യൂവർ രേണു സുധിയെയും മൈത്രേയനെയും ഒക്കെ ഹോട്ട് സീറ്റാണ് എന്നും പറഞ്ഞിരുത്തി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഹോട്ട് സീറ്റ് എന്നാൽ യാതൊരു വെളിവുമില്ലാതെ മുന്നിലിരിക്കുന്നവരെ അബ്യൂസ് ചെയ്യലാണ് എന്നതാണ് അവരുടെ കണ്ടുപിടുത്തം. ഇതൊക്കെ സത്യത്തിൽ അറിവില്ലായ്മ മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ മറ്റൊരാളെ അബ്യൂസ് ചെയ്യുമ്പോൾ, നേരിട്ട് പരിഹസിക്കുമ്പോഴൊക്കെ അത് വൈറലാകാൻ സാധ്യതയുള്ള ഒരു കോണ്ടന്റ് ആണ്. ഇതാണ് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ജനശ്രദ്ധ കിട്ടണം, വൈറലാകണം എന്നൊരു ലൈൻ. ഈ ടീനേജ് കല്യാണക്കാർ ഇത്തരം ഇന്റർവ്യൂസിന് വരുന്നതിന് പിന്നിലും കാരണമുണ്ട്. അവർക്ക് റീച്ച് കിട്ടണം. അവർ ഫാമിലി തുടങ്ങിയിരിക്കുന്നത് തന്നെ ഇൻസ്റ്റാ റീച്ച്, അതിലൂടെയുള്ള വരുമാനം, ഇതൊക്കെ മാത്രം മുന്നിൽ കണ്ടാകാം. അതല്ലാതെ ആ പ്രായത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകൽ വളരെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഞാൻ കണ്ട വീഡിയോയിൽ പെൺകുട്ടി പറയുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ രാവിലെ പോകുന്ന പോലെ ഇറങ്ങിയിട്ട് നേരെ കാമുകന്റെ കൂടെ ബൈക്കിൽ കറങ്ങാൻ പോയതിനെ കുറിച്ചും വീട്ടുകാർ അറിഞ്ഞ് പോക്സോ കേസാക്കിയതുമൊക്കെ. അതിനെ തുടർന്നുണ്ടായ ജയിൽവാസവും വിരഹവും അവരുടെ ബന്ധം കൂടുതൽ ശക്തമാക്കിയെന്നും പറയുന്നുണ്ട്. പോക്സോ കേസിന്റെ ഒരു സീരിയസിനെ കുറിച്ചൊന്നും പ്രേമിക്കുന്ന കാലത്തും ഇപ്പോഴും അവർക്ക് വലിയ ധാരണയില്ലെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. അവർക്ക് മാത്രമല്ല, പല ടീനേജ് പ്രണയത്തിലും അതങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഹൈറ്റ്, ബോഡി എന്നൊക്കെ ഏതൊരു കൗമാരക്കാരിയെയും പോലെ തന്നെയാണ് ഇവിടെയും മറുപടി. എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, CA എന്നിങ്ങനെ പല ഇന്റർവ്യൂവിൽ പല മറുപടിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെയും കൗമാരപ്രായത്തിൽ നമുക്കൊക്കെയും തോന്നിയിട്ടുള്ള ചാഞ്ചാട്ടങ്ങളും ഇഷ്ടങ്ങളും തന്നെയാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് വിവാഹത്തെ കുറിച്ചൊരു തീരുമാനം എടുക്കുക എന്നത് ഇത്തിരി റിസ്കിയായ സംഭവം തന്നെയാണ്. ആ റിസ്ക് ഇന്റർവ്യൂ എടുക്കുന്നവർക്കും അറിയാം. ആ റിസ്ക് ആണ് ഇവിടുത്തെ ഇവരുടെ കണ്ടന്റായി മാറുന്നത്. കൗമാര വിവാഹങ്ങൾക്ക്, അവരുടെ ചിന്താഗതികൾക്കൊക്കെ കാഴ്ചക്കാർ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല ഇത്തരം വിവാഹങ്ങൾ. എന്നാൽ അതേസമയം അങ്ങനെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ അവരെ മൊത്തം പബ്ലിക്കിന് മുന്നിലിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് റീച്ചിൽ ഉപയോഗിക്കുന്നതും അത്ര നല്ലതായി തോന്നുന്നില്ല. കൗമാരത്തിൽ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അത് മീഡിയയുടെ ശ്രദ്ധ കിട്ടുന്ന ഒരു സംഭവമാണ് എന്നൊരു ധാരണ കൗമാരക്കാരിൽ ഉണ്ടാക്കുന്നതിന് എന്താണ് പറയുക? 18 വയസ്സിൽ പഠിത്തം നിർത്തി ഹോം മേക്കർ ആവുക, എന്നിട്ട് മാച്ചിങ് ഔട്ട്ഫിറ്റിൽ സ്ലോ മോഷൻ ഷോട്ടൊക്കെയായി എസ്തെറ്റിക് കപ്പിളായി റീൽസിൽ നിറയുക. ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയി എടുക്കുന്ന കുട്ടികൾ ഇത് ഒരുപാടുണ്ടാകും. അതിനെ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അത് കണ്ട് 10-30 വയസ്സിന്റെയോ അതിന്റെ മേലെയോ ഉള്ള മെച്യൂരിറ്റി വെച്ചാളെന്ന് പരിഹസിക്കാം, അടച്ചാക്ഷേപിക്കാം. ചിലർക്ക് റീച്ചും വ്യൂസും ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇത്തരം വിവാഹങ്ങൾക്ക് അമിത ശ്രദ്ധയോ പരിഗണനയോ ട്രോളോ ഒന്നും കൊടുക്കാതെ വിടാം. എന്താണ് ഇങ്ങനെയുള്ള ടീനേജ് വിവാഹക്കാരെ ഇന്റർവ്യൂ എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.